ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിരൂപണ പ്രക്രിയ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ടോപ്പിക് എക്സാം ബുക്കിലെ ഭൗമോപരിതലം എന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വിരൂപണ പ്രക്രിയ എന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, ഭൂവൽക്ക ഭാഗത്തിന്റെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ആന്തരിക ഭൗമ പ്രവർത്തനങ്ങൾ വിരൂപണ പ്രക്രിയ എന്നറിയപ്പെടുന്നു. 2, വിരൂപണ പ്രക്രിയയിൽ ഭൂവൽക്ക ഭാഗങ്ങൾ ചലന വിധേയമാകുന്നില്ല. 3, വിരൂപണ പ്രവർത്തനങ്ങളെ 2ആയി തിരിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ സോഴ്സ് എവിടെ നിന്നാണ് എടുത്തതെന്ന് അറിയണ്ടേ. അതായത് നമ്മുടെ +1 ഭൂവിജ്ഞാനീയം, അതായത് SCERT പുറത്തിറക്കുന്ന ഭൂവിജ്ഞാനീയം എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്ക് ആ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയാലോ. അതായത് വിരൂപണ പ്രക്രിയ, അതല്ലെങ്കിൽ ഡയസ്ട്രോഫിസം ഓർ എർത്ത് മൂവ്മെന്റ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി എന്താണ് വിരൂപണ പ്രക്രിയ? ഭൂവൽക്ക ഭാഗത്തിന്റെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ആന്തരിക ഭൗമ പ്രവർത്തനങ്ങളാണ് വിരൂപണ പ്രക്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വിരൂപണ പ്രക്രിയ എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നോക്കിക്കേ, ഭൂവൽക്ക ഭാഗത്തിന്റെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ആന്തരിക ഭൗമ പ്രവർത്തനങ്ങൾ വിരൂപണ പ്രക്രിയ എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. അതായത് നമ്മുടെ ഭൂമിക്ക് ഉള്ളില് പല ബലങ്ങൾക്കും വിധേയമായി, ഭൗമാന്തരിക ഭാഗത്തെ ബലങ്ങൾക്ക് വിധേയമായി ഭൂവൽക്ക ഭാഗത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അതായത് ചലന വിധേയമായിട്ട് ഉണ്ടാകുന്ന പല മാറ്റങ്ങൾക്കും കാരണമാകുന്നത് ഒരു വിരൂപണ പ്രക്രിയ കാരണമാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഉദാഹരണമാണ് ഫോർ എക്സാമ്പിൾ സമുദ്ര തടങ്ങൾ, അതേപോലെ പർവ്വതങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഭൂവൽക്ക ഭാഗത്തിന്റെ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന, അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗത്തിന്റെ ചലനങ്ങൾക്ക് കാരണമാകുന്ന ആന്തരിക ഭൗമ പ്രവർത്തനങ്ങളെയാണ് വിരൂപണ പ്രക്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ ഭൂവൽക്ക ഭാഗം ചലന വിധേയമാകുകയോ ഉയർത്തപ്പെടുകയോ പുതുതായി നിർമ്മിക്കപ്പെടുകയോ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു വിരൂപണ പ്രക്രിയ കാരണം ഭൂവൽക്ക ഭാഗത്തിൽ ചലനം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഉയർത്തപ്പെടുകയോ പുതുതായി നിർമ്മിക്കപ്പെടുകയോ, അല്ലെങ്കിൽ അതായത് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വിരൂപണ പ്രക്രിയ കാരണം ഭൂവൽക്ക ഭാഗത്തിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുന്നു. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? വിരൂപണ പ്രക്രിയയിൽ ഭൂവൽക്ക ഭാഗം ചലന വിധേയമാകുന്നില്ല. അങ്ങനെയാണോ? അല്ല, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ എന്താ പറഞ്ഞത്? വിരൂപണ പ്രക്രിയ കാരണം ഭൂവൽക്ക ഭാഗം, ഇവിടെ കൊടുത്തിട്ടുണ്ടോ നോക്കൂ, രണ്ടാമത്തെ വരി നോക്കൂ. ഇവിടെ ഭൂവൽക്ക ഭാഗം ചലന വിധേയമാകുകയോ ഉയർത്തപ്പെടുകയോ പുതുതായി നിർമ്മിക്കപ്പെടുകയോ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ വിരൂപണ പ്രക്രിയ കാരണം നമ്മുടെ ഭൂവൽക്ക ഭാഗം ചലന വിധേയമാകുന്നു, അതല്ലെങ്കിൽ പുതുതായി നിർമ്മിക്കപ്പെടുന്നു, എന്തെങ്കിലും ഒരു മാറ്റത്തിന് കാരണമാകുന്നു. ഓക്കെ, ഒന്നുകിൽ സമുദ്രതട വ്യാപനം, അല്ലെങ്കിൽ എന്താ പറയാ പർവ്വതങ്ങൾ, ഓക്കെ, പീഠഭൂമികൾ, അങ്ങനെ പലതും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഭൗമാന്തരിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അതിലൊന്നാണ് നമ്മുടെ വിരൂപണ പ്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? വിരൂപണ പ്രവർത്തനങ്ങളെ 2ആയി തിരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വിരൂപണ പ്രവർത്തനങ്ങളെ 2 ടൈപ്പ് വിരൂപണ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി അത് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ സെയിം ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വേറൊരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വിരൂപണ പ്രവർത്തനങ്ങളെ 2ആയി തിരിച്ചിരിക്കുന്നു. കണ്ടല്ലോ, ഏതൊക്കെയാണ്? ഓറോജനി, എപ്പിറോജനി. അപ്പൊ 2 ടൈപ്പ് വിരൂപണ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അപ്പൊ ഇത്തരത്തില് ഡീറ്റെയിൽഡ് ആയിട്ട് റെഫർ ചെയ്തിട്ടാണ് നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള റെയർ ക്വസ്റ്റ്യനും PSC ചോദിക്കും എന്ന് ഉറപ്പുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ടോപ്പിക് എക്സാം ബുക്ക് ഓർഡർ ചെയ്തോളൂ.